ജനസമക്ഷം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് IM പാർവതി വട്ടൂർക്കാവ്. ഏതാണ്ട് 10,000-ഓളം വോട്ടേഴ്സിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് 166 ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച് 4-5 കിലോമീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന ഈ വനിതയെ അല്ലെങ്കിൽ നമ്മൾ ഈ പാർവതിയെ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. മാഡം, ഈ കഴിഞ്ഞ 5 വർഷക്കാലം വട്ടിയൂർക്കാവ് വാർഡിൽ നമ്മൾ നടത്തിയ വികസനങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട വികസനങ്ങളെന്ന് പറയാം. പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുമ്പോൾ വട്ടിയൂർക്കാവ് വാർഡിനെ സംബന്ധിച്ച് റോഡുകൾ വളരെ ശോചനീയാവസ്ഥയിലുണ്ടായിരുന്ന റോഡുകൾ ഒരുപാട് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് വട്ടിയൂർക്കാവ്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകളെന്ന് പറയുമ്പോൾ അതിലൊരു 3 വർഷക്കാലം കത്താതെ കിടന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെയാണ് നമ്മുടെ വാർഡിൽ സ്വന്തമായിട്ട് അംഗൻവാടികൾ ഉണ്ടായിരുന്നില്ല. എല്ലാം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വട്ടിയൂർക്കാവ് VHSS ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എത്ര അംഗൻവാടി നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഉണ്ട്? സ്വന്തമായിട്ടുള്ളത് 2 അംഗൻവാടികളാണ്. ഇത് 2ഉം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 33 വർഷത്തിന് ശേഷം നേതാജി റോഡ് അംഗൻവാടിക്ക് സ്ഥലം വാങ്ങുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കാവല്ലൂർ അംഗൻവാടി, അതാണ് 2ാമത്തെ അംഗൻവാടി. ആ അംഗൻവാടിക്കും സ്ഥലം വാങ്ങുന്നതിനുള്ള നടപടികൾ നടന്നു വരികയാണ്. ഈ വട്ടിയൂർക്കാവ് ജംഗ്ഷനുമായിട്ട് വികസനം ഉണ്ടല്ലോ ഇപ്പോൾ, അത് IM പാർവതിയുടെ കീഴിൽ വരുന്നതാണ്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ ഏരിയ വരുന്നത് നഗരസഭയുടെ വാർഡിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷെ വികസനം വരുന്നത് MLAയുടെ പരിധിയിൽ വരുന്നത്. അല്ല, അത് നിങ്ങളുടെ വാർഡിൽ വരുന്നതാണല്ലോ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ അല്ലേ വികസനം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു വലിയ പ്രശ്നം അവിടുത്തെ റോഡിൻ്റെ വീതി കൂട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്? തർക്കം ഈ വികസനവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും MLAയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൽ വരുന്ന കമ്മിറ്റികളിൽ മാത്രമാണ് കൗൺസിലറിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ആവശ്യമായിട്ടുള്ളത്. അത് കൗൺസിലർ എന്ന രീതിയിൽ അവിടെ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് മാത്രമാണ് ആക്ഷൻ എടുത്തിട്ടുള്ളത്. തർക്കവുമായി ബന്ധപ്പെട്ട MLAക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ കൗൺസിലർ ഏൽപ്പിക്കുന്നത്. അപ്പോൾ കൗൺസിലർ എന്ന് പറയുന്നത് നമ്മൾ ഈ പബ്ലിക്കുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് എല്ലാ കൗൺസിലേഴ്സും. അപ്പോൾ ആ കൗൺസിലർ എന്താണ് അതിനകത്തൊരു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അവിടുത്തെ ഒരു പള്ളിയുടെ വിഷയമാണ്. അതെങ്ങനെയാണ് കൗൺസിലർക്ക് ചെയ്യാൻ തോന്നുന്നത്? അത് വികസിപ്പിക്കണോ അത് അങ്ങനെ നീക്കണോ? തീർച്ചയായിട്ടും വികസനം എന്നുള്ളതൊരു നാടിൻ്റെ ആവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ മതപരമായി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമല്ല വികസനം എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് പള്ളിയുടെ സ്ഥലം എടുത്തോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളുമല്ല ഞാൻ. അപ്പോൾ വികസനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആരെയും ഒരു തരത്തിലും ഹാനികരമായി ബാധിക്കാത്ത തരത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ മറുഭാഗത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ സ്ഥലം എടുത്തില്ല, പകരം ഇവിടെയാണ് കൂടുതൽ എടുക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അത് ശരിയാണോ എന്ന് ചോദിക്കുന്നത്? നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിലെന്ന് പറയുമ്പോൾ നമ്മുടെ അറിവിൻ്റെ രീതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിന് വ്യക്തമായിട്ടൊരു അലൈൻമെൻ്റ് ഉണ്ട്. അത് കൃത്യമായും ഇത് സാങ്കേതികമായി പഠിച്ച ഉദ്യോഗസ്ഥർ എല്ലാവരും ചേർന്നിരുന്ന് പലതവണ ആലോചിച്ച് കമ്മിറ്റികൾ കൂടി അതിനുശേഷം തീരുമാനിച്ച് വരച്ച ഒരു അലൈൻമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്. അതുപ്രകാരം ഈ നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഏകദേശം തുടക്കം മുതലുള്ള 2 കടകൾ ഭാഗികമായി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് അലൈൻമെൻറ്റിൻ്റെ ഒരു രീതിയിൽ മാത്രമാണ്. അപ്പോൾ വികസനം തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളൊരു വിഷയം. തീർച്ചയായിട്ടും. അപ്പോൾ അത് നടക്കട്ടെ. അപ്പോൾ അതുപോലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ പ്രിയങ്കരനായ MLA ആണ് ശ്രീമൻ VK പ്രശാന്ത്. VK പ്രശാന്തിൻ്റെ ഫണ്ട് എത്രത്തോളം നിങ്ങളുടെ വാർഡിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്? വാർഡിൽ നഗരസഭ റോഡുകൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ഏതാണ്ട് ഒരു 50 ലക്ഷം രൂപയോളം വരുന്ന ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ വട്ടിയൂർക്കാവ് വാർഡിൽ ചിലവഴിച്ചിട്ടുണ്ട്. ബാക്കി നമ്മുടെ റവന്യൂ ടവർ, റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇതെല്ലാം വരുന്നത് നമ്മുടെ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് വാർഡിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ സ്കൂളിൽ വട്ടിയൂർക്കാവ് VHSS സ്കൂളിന് വേണ്ടിയിട്ട് ഒരു 3 കോടി രൂപയുടെ ഒരു ബിൽഡിങ് അദ്ദേഹം നിർമ്മിച്ചു തന്നിട്ടുണ്ട്.
എത്ര കോടി രൂപ നമ്മൾ ഇതുവരെ നഗരസഭയിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ച് ചിലവാക്കിയിട്ടുണ്ട് നമ്മുടെ വാർഡിലേക്ക് വേണ്ടിയിട്ട്? നഗരസഭയിൽ സ്കൂളിൽ മാത്രമായിട്ട് 5 കോടി രൂപയോളം നമുക്ക് ചിലവാക്കാൻ വേണ്ടി അല്ല, ഒരു വർഷത്തിൽ നമുക്ക് 80 ലക്ഷം രൂപയോളം നമുക്ക് ചിലവാക്കാനായിട്ട് കിട്ടും. അതെ അതെ. അപ്പോൾ അതിൽ കഴിഞ്ഞ 4-4.5 വർഷമായി നമ്മൾ എത്ര രൂപയാണ് അവിടത്തേക്ക് ചിലവാക്കിയിട്ടുള്ളത്? പല റോഡുകളുടെ കണക്കുകൾ കൈ കാണുമല്ലോ, അതൊന്ന് പറയാൻ പറ്റുമോ? ഈ 80 ലക്ഷം, ഓരോ വർഷവും 80 ലക്ഷം രൂപ നമുക്ക് നഗരസഭയുടെ പ്ലാൻ ഫണ്ടായിട്ട് തന്നെയുണ്ട്. അതിന് പുറമെ നമുക്ക് ഓൺ ഫണ്ടും വികസന ഫണ്ട്, ഇതുപോലെ ടെൻഡർ സേവിങ്സ് വരുന്ന ഫണ്ട്, ഇതെല്ലാം വിനിയോഗിച്ചിട്ട് തന്നെയാണ് വാർഡിലുള്ള എല്ലാ വർക്കുകളും ഏകീകരിച്ച് ചെയ്യുന്നത്. ഈ കൃത്യമായി 80 ലക്ഷം തന്നെയാണ് മേടിച്ചത്, അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് 80 ലക്ഷം തന്നെയാണ്. ചില സാഹചര്യങ്ങളിൽ ആ 80-ൽ കുറച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ PMI വഴി നമ്മൾ എത്രത്തോളം നമ്മൾ ഫണ്ട് ചിലവാക്കിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്? PMA പദ്ധതി പ്രകാരം ഈ ഇത്രയും വർഷവും കൗൺസിലർ ആയതിനു ശേഷം ഇത്രയും വർഷം 54 പേർക്ക് വീട് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വീട് മെയിൻ്റനൻസ് ഒരു 5ഓളം പേർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 4.5 വർഷക്കാലം. നമസ്കാരം, ജനസമക്ഷം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ, നമ്മുടെ വട്ടിയൂർക്കാവിലെ നിങ്ങളുടെ പ്രിയങ്കരിയായ കൗൺസിലർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ 4 വർഷക്കാലത്തെ വികസനങ്ങളെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഞങ്ങളടുത്ത് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ തിരിപ്പുണ്ട്. അപ്പോൾ ഇനി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വികസനങ്ങൾ ആ വാർഡിനകത്ത്? മിക്കവാറും എല്ലാ റോഡുകളൊക്കെ നന്നാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട റോഡുകളും റോഡുകളൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഇനി ചില കുറെയൊക്കെ ബാക്കിയുണ്ട്, അതൊക്കെ നമ്മള് ഇതിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അവത്താങ്കോട് കുളമാണ്, കുളത്തിന്റെ അവത്താങ്കോട് കുളം, അത് ഏതാണ്ട് അമൃത് പദ്ധതിയിൽ ശരിയാക്കി ആയിക്കൊണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൂടെ ശരിയായി കിട്ടിയാൽ ഏതാണ്ട് പൂർണ്ണമായി എന്നാണ് നിങ്ങൾ പറയുന്നത്? പൂർണ്ണമായി പാർവതി സംസാരിച്ചോളൂ. സാർ, പാർവതിയാണ്. നമസ്കാരം സാർ. നമ്മുടെ അമൃത് പദ്ധതിയിൽ നമ്മുടെ ഔത്താങ്കോട് കുളം നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് 46 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ ഫൈനൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അതുകൊണ്ട് നമ്മുടെ ഇതിനകത്ത് നമ്മളെ കഴിയുന്നിടയ്ക്ക് ശരിയാവുമല്ലോ അല്ലേ? അതെ അതെ, ശരിയാക്കി എടുക്കണം. കാലാവധി പിന്നിപ്പോ ഈ കുറച്ച് ഇടയ്ക്കിടയ്ക്കുള്ള കുറെ റോഡുകളിലൊക്കെ നന്നാക്കാനുണ്ട്. അതൊക്കെ നമ്മള് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, എടുത്തിട്ടുണ്ട്. നമ്മൾ BSNL മുളമൂട് ലൈൻ ചെയ്ത ആ സമയത്ത് ഒഴിവാക്കിയ 2-3 റോഡുകളാണ് ഇനി ഉള്ളത്, ഇടറോഡുകൾ. അത് നമ്മുടെ ഈ വർഷത്തെ അതെ 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 അന്ന് വളരെ മോശമായി കിടന്ന റോഡുകളാണ് അന്ന് നമ്മൾ ചെയ്തത്. അപ്പൊ അന്ന് മാറ്റിയ റോഡുകളെല്ലാം തന്നെ ഈ വർഷത്തെ എസ്റ്റിമേറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ സാറേ? സാറിന്റെ പേര് പറഞ്ഞില്ലായിരുന്നു. സാറിന്റെ പേര് പറഞ്ഞില്ല. ശരി, വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ സാറേ? ഇത് ലൈറ്റുകളൊക്കെ കൃത്യമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ വലിയ കുഴപ്പമില്ലാതൊക്കെ ലൈറ്റൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ്, തെരുവിളക്കുകളൊക്കെ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് അതായിട്ടൊന്നും പറയാനില്ല. നല്ല അഭിപ്രായമാണ്. താങ്ക് യു സർ. ഓരോ നിമിഷവും ഓരോ കഥകളാണ്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ്, മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും. പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ്. ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. Hello, I am Dr. Rehna, Alpha Hill Skin and Hair Clinic.
നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്, കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടിവുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ, പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മേഡം, നമ്മൾ ഈ സ്കൂളിലേക്ക് 5 കോടി രൂപ അനുവദിച്ചു പറഞ്ഞു. അപ്പൊ അതിൽ എത്രയാണ് നഗരസഭ, എത്രയാണ് MLA ഫണ്ട്? കാരണം 2 തർക്കം വരാതിരിക്കാൻ പറഞ്ഞു. 2 മുൻ മേയർ ഇപ്പോഴത്തെ മേയർ തമ്മിലുള്ള പ്രശ്നം വരും, അതുകൊണ്ടാണ്. ഇതില് സ്കൂളില് നമ്മൾ 5 കോടി അനുവദിച്ചു എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നഗരസഭയുടെ ഫണ്ട് തന്നെയാണ്. 5 കോടി രൂപയും നഗരസഭ വട്ടിയൂർക്കാവ് വാർഡിന്റെ ഫണ്ട് തന്നെയാണ് സ്കൂളിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുള്ളത്. സ്കൂളിന് വേണ്ടിയിട്ട് MLA ഫണ്ടിൽ നിന്നും കൊടുത്തിട്ടുള്ളത് 3 കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ് ഉദ്ഘാടനം ചെയ്തത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കമുള്ള സംവിധാനമുള്ളൊരു ബിൽഡിംഗ് ആണ് 3 കോടി രൂപയിൽ ബഹുമാനപ്പെട്ട MLA വട്ടിയൂർക്കാവ് സ്കൂളിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. എത്ര നഗറുകളുണ്ട് നമ്മളതിനകത്ത്? റെസിഡൻഷ്യൽ ഏരിയ നമ്മളെ നഗറുകൾ എത്ര നഗറുകളുണ്ട്? 14 അസോസിയേഷനാണ് വട്ടിയൂർക്കാവ് വാർഡിൽ ഉള്ളത്. അതിൽ 13 എണ്ണം പൂർണ്ണമായും, 1 അസോസിയേഷൻ ഭാഗികമായിട്ടുമാണ് ഉള്ളത്. അവരുടെയൊക്കെ പ്രവർത്തനം നമുക്ക് അനുകൂലമായിട്ടാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെ, മാക്സിമം അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമ്മുടെ വാർഡിന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. പരിപാടികൾ നമ്മൾ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുന്ന കാര്യങ്ങളിലൊക്കെ വന്ന് സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും നമ്മുടെ വാർഡിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും, നമ്മുടെ വാർഡിൽ നടക്കുന്ന ഓരോ വർക്കുകളുടെയും തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അസോസിയേഷൻകാരെ വിളിക്കാറുണ്ട്. അവരുടെ കൂടി അഭിപ്രായം ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? വേസ്റ്റ് മാനേജ്മെന്റിന്റെ വിഷയം അത് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? വേസ്റ്റ് മാനേജ്മെന്റ് ഇപ്പം നമ്മുടെ നഗരസഭയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഹരിതകർമ്മ സേന വഴിയാണ് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ അത് ആസൂത്രണം ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്. അതിൽ ചാർജ് കൊടുത്തിട്ടുള്ളത് ഓരോ വാർഡിലെയും JHIമാർക്കാണ്. കൃത്യമായി തന്നെ എല്ലാ മാസവും വാർഡ് അവലോകനം വിളിക്കാറുണ്ട്. അതനുസരിച്ച് വരുന്ന പരാതികൾ മാക്സിമം നമ്മൾ പരിഹരിച്ച് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ മുന്നേ ഉള്ള കാലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പരാതി വളരെയധികം കുറവാണ്. എയറോബിൻ ഉണ്ടോ വട്ടിയൂർക്കാവ് വാർഡിനകത്ത്? വട്ടിയൂർക്കാവിൽ നമുക്കുള്ളത് MCF ആണുള്ളത്. MCF എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? MCF എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേസ്റ്റ് ഒരു 3-4 വാർഡിൽ വരുന്ന ഈ MCFന്റെ കീഴിൽ വരുന്ന 4 വാർഡുകളിൽ നിന്നുള്ള വേസ്റ്റ് നമ്മുടെ കളക്ഷൻ സെൻ്ററായിട്ടാണ് MCF നമ്മളവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ വട്ടിയൂർക്കാവ് വാർഡിൽ തന്നെയാണ് MCF സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പിന്നിലായിട്ടുള്ള സ്പേസിലാണ് MCF സ്ഥാപിച്ചിരിക്കുന്നത്. ഹലോ, ജനസംരക്ഷണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പിന്നെ വട്ടിയൂർക്കാവ് വാർഡിന്റെ കൗൺസിലറാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാർഡിനകത്ത് ഇതുവരെ നടന്ന വികസനം അല്ലാതെ ഇനി എന്തെങ്കിലും കൂടുതൽ വികസനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കൂടുതൽ വികസനമുണ്ട്. അതിപ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. നമ്മുടെ നാടിന്റെ വികസനം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുള്ളൂ. നമ്മളിപ്പോ ഈ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുന്നോളം ആഗ്രഹിച്ചാല് മലയോളം കിട്ടണമെന്ന് പറയും പോലെ ഇപ്പൊ മറ്റേ ബാറുജി മാഡത്തെ ഇരിച്ചുകൊണ്ട് പറയുന്നതല്ല. മാഡത്തിന്റെ ഈ കാലയളവില്
കാരണം വട്ടിയൂർക്കാവ് മേഖലയിൽ മാക്സിമം ഉള്ള വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് വികസനങ്ങളുണ്ട്. ഒന്ന് കിട്ടുമ്പോൾ അടുത്ത് വീണ്ടും നമ്മൾ ആഗ്രഹിക്കുമല്ലോ. ഇപ്പൊ ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ ഈ വേസ്റ്റ് വെള്ളം പോകുന്നതിന്റെ ഒരു കാര്യം കുറെ കാലമായിട്ടുള്ള വലിയ ബഡ്ജറ്റുള്ളതാണ്. അപ്പൊ അത് മാഡത്തിന്റെ ഇപ്പോഴത്തെ കാലയളവിൽ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങൾ ഒരുപാട് വികസനം മാഡത്തിന്റെ കാലയളവിൽ ഞങ്ങളുടെ കാവല്ലൂർ വട്ടിയൂർക്കാവ് വികസനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ നന്ദിപൂർവ്വം ഞങ്ങളത് ഈ ഓർമ്മപ്പെടുത്തുന്ന അറിയിക്കും. വേസ്റ്റ് വെള്ളത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ റോഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ റോഡെല്ലാം വളരെ കറക്റ്റാണ്. ഇപ്പോഴും അതിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ പുതിയ റോഡുകളുടെ വർക്കുകള്, പുതിയ 2 റോഡ് ഇപ്പൊ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നെ പഴയ വർക്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. നാളെ ഒരു ടാറിങ് നടക്കാറുണ്ട്. അതിന് ഡൗട്ടില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ നമുക്ക് വളരെ സംതൃപ്തരല്ലേ. കാരണം ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റുമോ അതിന്റെ ഉപരി MLA കൂടെ സഹകരിച്ച് എന്തെല്ലാം സ്കൂളിൽ തന്നെ 3 കോടി രൂപ വർക്കുകളിൽ കൊണ്ടുവന്നു തന്നെ. അത് പോരാത്തതുകൊണ്ട് ഇട റോഡുകളും സാധാ റോഡുകളും ലൈറ്റ് തെരുവുകളെല്ലാം അത് വളരെ നന്ദിയോടെ ഞങ്ങൾ അത് പറഞ്ഞതിൽ പറ്റുള്ളൂ. അത് നല്ലൊരു കാര്യമല്ലേ കൊണ്ടുവന്നത്. മറ്റുള്ള നാട്ടിൽ അപേക്ഷിച്ച് ഞങ്ങളൊക്കെ പുറത്തു പോകുന്നതിനാണ് അപേക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങൾ വരാൻ സ്ഥലങ്ങൾ വട്ടിയൂർക്കാവിന് ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടുണ്ട് നടത്തിന്റെ ആ കാലയളവ്. വളരെ സന്തോഷപൂർവ്വം അത് എവിടെയും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ. അപ്പം മറ്റൊന്നും പറയാനില്ലല്ലോ. അതെ സാറേ, ഞങ്ങളെ വട്ടിയൂർക്കാവിന്റെ ഞങ്ങളുടെ ഈ കാവത്തി പ്രദേശത്ത് വട്ടിയൂർക്കാവ് മണ്ണറപ്പുഴ ജംഗ്ഷൻ മുതല് മഴവെള്ളം ഈ വരുന്ന വെള്ളം ഈ ഒഴുകി പോയിട്ടുള്ള സ്ഥലം പ്രത്യേകിച്ചില്ല. അപ്പൊ ഈ മെയിൻ റോഡ് വഴിയാണ് പൊത്തോട്ട് വരുന്നത്. അപ്പൊ അവിടെ 1 സെന്റ് 2 സെന്റ് വീടുള്ള വീടല്ലേ വേസ്റ്റോളം വിടാനും സ്ഥലമില്ല. അപ്പൊ ഒരു ഓടയുടെ വിഷയം കുറെ കാലം കൊണ്ട് ഞങ്ങൾ അത് ആവശ്യപ്പെടുന്നതാണ്. നാടകത്തിന്റെ മാത്രമല്ല ബഹുമാനപ്പെട്ട MLA ടും ഞങ്ങളെ കാര്യം അവതരിപ്പിച്ചതാണ്. പക്ഷെ അതൊരു വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് അത് അങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അതാണ് മുഖ്യം. ബാക്കിയുള്ള വർക്കുകളെല്ലാം ഓക്കെ. ഈ വേസ്റ്റോളം കൂടെ സെറ്റെടുത്ത് ഞങ്ങളെ കാവല്ലൂര് വളരെ ഹാപ്പിയാണ്. അതെ ചേട്ടാ, ഈ പറഞ്ഞ വർക്ക് വളരെ വലിയൊരു ബഡ്ജറ്റ് തന്നെ അതിന് വേണം. അപ്പോൾ നമ്മളത് ബഹുമാനപ്പെട്ട MLA യുടെ അടുത്തും MP ഫണ്ടിലും നമ്മളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. Fashion for all at My Own Parthas. 60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംബാഗ് ഗ്രൂപ്പ്. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിലെത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംബാഗ് ഗ്രൂപ്പ്. ടിംബാഗ് ഗ്രൂപ്പ്, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ
യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pitapilil Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting. A testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank. Together we can. അയ്യം പാർവതിക്ക് കഴിഞ്ഞ 5 വർഷക്കാലം ഈ നമ്മുടെ നഗരസഭയുടെ ഒരു ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതെ. അപ്പോൾ കുടുംബജീവിതത്തെക്കുറിച്ച് പറയും. വീട്ടിലാരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് എവിടം വരെ ഇതൊരു പഠിച്ചിട്ടുണ്ട്, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കുടുംബജീവിതത്തെ പറ്റി പറയുമ്പോൾ ഹസ്ബൻഡും 2 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. നമ്മുടെ വീട്ടിൽ നമ്മൾ 4 പേര് മാത്രമാണുള്ളത്. പക്ഷേ ഹസ്ബൻഡിൻ്റെ കുടുംബ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സഹോദരങ്ങളും 4 പേരാണ്. ചുറ്റിനും ഈ പറയുന്ന എല്ലാ സപ്പോർട്ടിനും അവരെല്ലാവരും തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ്, സജികുമാർ എന്നാണ് പേര്. ഇവിടെ മഞ്ചൂരാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. മക്കൾ 2 പേരാണ്. മൂത്തയാൾ ഇപ്പോൾ 7th ഇളയാൾ ഇപ്പോൾ 3rd ആയിട്ടുള്ളത്. ഇതാണ് കുടുംബത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ്? ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അതെ. എന്തുകൊണ്ടാണ് ഇതിലേക്ക് വന്ന് പെടാനുള്ള സാഹചര്യം എന്താണ്? കാരണം അഡ്വക്കേറ്റ് ആയിട്ടൊരു ഹസ്ബൻഡ് ഉള്ളപ്പോൾ അത് വനിതാ വാർഡായിട്ടാണോ, അത് നിർബന്ധം കൊണ്ടാണോ, അത് മനസ്സ് തോന്നിയിട്ടാണോ പൊതുരംഗത്ത് നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തോന്നുന്നത്? പൊതുരംഗത്ത് പ്രവർത്തിക്കണമെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെ വേണം വന്നത്? ഇല്ല, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഒരാളല്ല ഞാൻ. ഒരു സെക്കൻഡ്, ഇതൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയാം. ഇതൊരു പഠിച്ചിട്ടുണ്ട്. MSW ആണ് പഠിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തൊഴിൽ ഭവനിൽ തന്നെ കിലയിൽ റിസർച്ചിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ പൂർണ്ണമായി? അതെ, ഇപ്പൊ പൂർണ്ണമായും പൊതുപ്രവർത്തന രംഗത്താണ്. അതെ അതെ. വീട്ടിൽ കയറാനുള്ള സമയം ഉണ്ടാവും. സാധാരണ കൗൺസിലർമാർ വന്നവരെല്ലാം പറഞ്ഞു ഞങ്ങൾ ഒരുപാട് താമസിച്ചാണ് വീട്ടിൽ പോകുന്നത് പറയുന്നത്. അപ്പൊ അങ്ങനെയാണോ? ഞങ്ങൾ അതാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് വീട്ടിൽ പോകുന്നത്? ചില സാഹചര്യങ്ങൾ, ചില ദിവസങ്ങളിൽ അത്തരത്തിൽ ഒരുപാട് ലേറ്റായൊക്കെ വീട്ടിൽ കയറുന്ന സാഹചര്യമുണ്ട്. എല്ലാവർക്കും ഭർത്താവ് ഭക്ഷണമൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്, ഞാൻ തന്നെയാണ് കഴിക്കുന്നത് ഒരു പരിധിവരെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreationstvom@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.